പക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ ആയി തെറ്റിച്ചു എന്നോ അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോടെ തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. എല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങളെ എതിർത്തിരിക്കുന്ന 4 കോൺഗ്രസിന്റെ കൗൺസിലർമാരും മായ രാഹുലും നഗരസഭ ഉപാധ്യക്ഷയാണ്. അവരുടെ നീക്കം എന്തായിരിക്കും? അവർ ഈ കേരള കോൺഗ്രസുമായിട്ട് ചേർന്ന് ഒരു ഭരണം നടത്താനുള്ളൊരു നീക്കമാണോ? അയ്യോ, എനിക്ക് അറിയില്ല. കാരണം ഞാൻ അതിൻ്റെ അല്ല. ഞാനിപ്പോൾ ഒരു കൗൺസിലറാണ്. അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്നു അവർ തന്നെയാണ് ഇതുവരെ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. മുന്നോട്ട് തീർച്ചയായിട്ടും ഞാനൊരു കൗൺസിലറാണ്. 5 വർഷത്തേക്ക് ഒരു കൗൺസിലറാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യണം, എക്സാമൊക്കെ എഴുതണം. അപ്പോൾ അങ്ങനത്തെ പ്ലാൻസൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ വന്നിട്ടുണ്ട് ഒരാൾ റെസ്റ്റിലാണ്. അതായത് കോൺഗ്രസ് ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. UDF ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം കഴിഞ്ഞ 7 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ഞങ്ങളോട് ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ 2 കൗൺസിലർമാരും ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 കൗൺസിലർമാരും KDPയുടെ ഒരു കൗൺസിലറും ഞങ്ങൾ 3 സ്വതന്ത്ര കൗൺസിലർമാരും പൂർണ്ണമായി അംഗീകരിച്ചു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിൻ്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അല്ല, അതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിൻ്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതർ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവല്ലേ. മണ്ഡലം ഒരു ഞാൻ ചോദിക്കട്ടെ, ഏതൊരു പ്രസ്ഥാനത്തിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഒത്തിരി കഴിഞ്ഞ 25 വർഷമായി കൗൺസിലറാണ്.